പറഞ്ഞു ശക്കല്ലാഹു ഇലയ്യ ലൈലത്തുൽ മിഅ്റാജി മിൻ ഉമ്മത്തി ശികായാത്. മിഅ്റാജിന്റെ രാത്രിയിൽ എന്റെ സമൂഹത്തെപ്പറ്റി, എന്റെ സമുദായത്തെപ്പറ്റി അല്ലാഹു എന്നോട് ചില പരാതികൾ പറഞ്ഞു. എന്നിട്ട് മുത്തുനബി എണ്ണുകയാണ് 5 പരാതികൾ അല്ലാഹു പറഞ്ഞത്. ഒന്ന് കേട്ടോ സഹോദരാ, ഉമ്മത്തിനെ പറ്റി നബിയോട് പരാതി പറഞ്ഞതാ. നബിയെ, തങ്ങളെ ഉമ്മത്തികൾക്ക് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടോ ഇല്ലേ? അല്ല നബി തങ്ങളോട് നമ്മളെ പറ്റി പറഞ്ഞ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ നോക്കണം. ഒന്നാമത്തെ കാര്യം റസൂലുള്ള പറഞ്ഞു, ലം ഉകല്ലിഫും, അല്ലാഹു എന്നോട് പറഞ്ഞു. ഒന്നാമത്തെ സങ്കടം, നബിയെ, തങ്ങളെ ഉമ്മത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ലം ഉകല്ലിഫും അമലൽ ഗദ് വലാകിന്നഹും യത്ലുബൂന മിന്നീ റിസ്ഖൽ ഗദ്. ലം ഉകല്ലിഫും അമലൽ ഗദ്, ഞാൻ നിങ്ങളെ ഉമ്മത്തികളോട് നാളത്തെ അമൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. നാളത്തെ സുബഹി നിസ്കാരം വേണമെന്ന് ഇപ്പൊ അല്ലാഹു നിങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല. അത് നാളെ ഹയാത്തിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. നാളത്തെ അമല് നിങ്ങളോട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടൂല, നിങ്ങളെ ഉമ്മത്തിനോട് ആവശ്യപ്പെടൂല. പക്ഷേ നബിയെ, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ വഹും യത്ലുബൂന മിന്നീ റിസ്ഖൽ ഗദ്, അവരെന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഇന്നത്തെ റിസ്ഖല്ല, നാളത്തെ റിസ്ഖാണ്. ശരിയല്ലേ? നാളത്തതുമല്ല മറ്റന്നാളത്തത്, അടുത്ത കൊല്ലത്തേത്, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത്, അത് സെറ്റപ്പാക്കുക നമ്മൾ, അല്ലേ? അത് ഭദ്രാക്കുകയാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള സുഖജീവിതം ഇപ്പൊ ഭദ്രാക്കി വെക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഞാൻ അവരോട് അന്നന്നത്തെ അമൽ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ എന്നോട് അന്നന്നത്തെ ഭക്ഷണം ചോദിച്ചാൽ പോരെ? പക്ഷെ അവർ ചോദിക്കുന്നത് നാളത്തെ അമൽ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടാത്ത, കീർത്തിക്കാത്ത ഈ സമൂഹം എന്നോട് ആവശ്യപ്പെടുന്നത് നാളത്തെ ഭക്ഷണമാണ്, ഇന്നത്തെ ഭക്ഷണമല്ല. എത്ര ശരിയാണ്, എത്ര ശരിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി വആമിനൻ ഫീ സറബിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. സദഖ റസൂലുള്ളാഹി. മൻ അസ്ബഹ മുആഫൻ ഫീ ബദനി, ഒരാൾ നേരം വെളുക്കുമ്പം എഴുന്നേറ്റ് നിൽക്കാനുള്ള ആഫിയത്ത് അയാൾക്കുണ്ടെങ്കിൽ, മുആഫൻ ഫീ ബദനിഹി, ശരീര സൗഖ്യത്തോടെ ഒരാൾ നേരം പുലർന്നാൽ, ചെറിയൊരു തലവേദനയല്ല, പനിയല്ല, ജലദോഷമല്ല, അങ്ങനെയൊക്കെ നമുക്കൊക്കെ ഉണ്ടാകും. എനിക്ക് ചെറിയൊരു ചുമ മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് അന്ന് അങ്ങനെ ചെറുതായി തുടങ്ങിയതാണ്. പക്ഷേ ഇത്തരം പ്രയാസങ്ങളല്ല ഈ പറയുന്നത്. എണീക്കാൻ പറ്റാത്ത കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഏർപ്പാടൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനൊന്നും തടസ്സമല്ലല്ലോ. അപ്പോ പിന്നെ പനി, തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും വല്ലതും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം മുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത വേറെ ഏർപ്പാടൊന്നും മുടങ്ങിയിട്ടുണ്ടാവില്ല. കടയിൽ പോകലും മുടങ്ങിയിട്ടുണ്ടാവില്ല, ഓഫീസിൽ പോകലും മുടങ്ങിയിട്ടുണ്ടാവില്ല, പാടത്ത് പോകലും മുടങ്ങിയിട്ടുണ്ടാവില്ല, പറമ്പ് പോകലും മുടങ്ങിയിട്ടുണ്ടാവില്ല. മകന്റെ വീട്ടുപണി നടക്കുന്നുണ്ട്, അവിടെ പോയി നോക്കാൻ മറന്നിട്ടില്ല വാപ്പ, ഒക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ, ഈ പനിയുണ്ട്, തലവേദന ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആനൊത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും, നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടാവും, അതൊക്കെ മുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഈ തരം കേസുകളല്ല പറഞ്ഞത്. വലിയ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആഫിയത്ത് വലിയ വിഷയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഒറ്റ വാക്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ആഫിയത്താണ്. പണം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. പണം ഉള്ളത് കൊണ്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കും. പണമുള്ള ആള് കിഡ്നി വീക്കാണ്, അത് ശരിയായി കിട്ടുകയാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ മാറ്റി വെക്കുന്നു. മാറ്റി വെച്ചാൽ തന്നെ അതിനൊരു കാലാവധിയുണ്ട്. അത് കൊണ്ടുപോകണമെങ്കിൽ കുറെ ചിട്ടകളുണ്ട്, വലിയ പ്രയാസമാണല്ലേ. അപ്പൊ ഇതൊന്നുമില്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് പഴയതുപോലെ ആക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ കൊടുക്കും. ആഫിയത്ത് അങ്ങ് നഷ്ടപ്പെടുമ്പോഴാണ് അതറിയാം. ആഫിയത്ത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില അറിയാം. മകന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാതെ, മക്കളുടെ കാര്യത്തിൽ, മകനല്ല മക്കളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്ത വാപ്പ,
ബ്ലോക്ക് വന്നപ്പം വലിയ പൈസ വേണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്. വാപ്പ പറഞ്ഞു മക്കളൊക്കെ ഒന്നിട്ട് വരട്ടെയാണ്. മക്കളോട് അഭിപ്രായം ചോദിച്ചു. വലിയ മോൻ പറഞ്ഞു ഹോസ്പിറ്റലിലെ നമ്മൾ കോളേജിൽ പോവുക, അവിടെയല്ലേ കൂടുതൽ സൗകര്യം ഉണ്ടാവുക. വലിയ മോന് ഡോക്ടർ പറഞ്ഞു കോളേജിലേക്ക് നീട്ടിവെച്ചാൽ നിങ്ങളെ മുമ്പിൽ ഇതിലും വലിയ കേസ് ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് വഴിക്കുവഴിയെ നിങ്ങളുടേത് എടുക്കുള്ളൂ. അപ്പോഴേക്ക് വീണ്ടും വന്ന സംഗതി അടിച്ചു പോകും. അതിന്റെ മുമ്പ് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാന്ന് സ്വകാര്യ ആശുപത്രി എന്ന് പറഞ്ഞു. അതിന് എത്ര ഉറുപ്പ്യ വരും എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കണക്കിൽ ഒരു 6-7 ലക്ഷം ഉറുപ്പ്യ അന്ന് പറഞ്ഞു. ശരി, ഞാൻ മക്കളൊക്കെ ഒന്ന് വന്നിട്ട് അന്വേഷിക്കട്ടെ. വലിയ മകനോട് ചോദിച്ചപ്പോൾ വലിയ മോൻ പറഞ്ഞു മുറിഞ്ഞെടുത്ത് ഉപ്പ് തേക്കരുത് എന്നാ പഠിപ്പിച്ചു കൊടുത്ത് വാപ്പേ. അപ്പൊ വലിയ മോൻ പറഞ്ഞു വാപ്പ ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ നല്ലത് ഹോസ്പിറ്റല്, പൈസന്റെ നല്ല വിഷയം. ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ നല്ലത് കോളേജിലല്ലേ, മെഡിക്കൽ കോളേജിൽ പോകാം. അപ്പൊ വാപ്പ പറഞ്ഞു അതിന് അങ്ങനെ അങ്ങോട്ട് കാത്തു നിൽക്കാൻ പറ്റില്ല, മക്കളെ വല്ലതും സംഭവിച്ചാൽ. ഡോക്ടർ കുറച്ച് അല്പം ഭയത്തോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇത് ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് നിങ്ങള് മക്കളെ പൈസക്ക് കാര്യം നോക്കരുത്. അപ്പൊ മകൻ പറഞ്ഞു ഇത്രയും വലിയൊരു സംഖ്യ വാപ്പ നമ്മൾ മുടക്കണോ എന്ന് ചോദിച്ചപ്പോഴേക്ക് വാപ്പക്ക് കാര്യം തിരിഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞു, ഈ മകനോട് പറഞ്ഞു, ആ മകൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. വാപ്പ മകനോട് പറഞ്ഞിട ഹംകെ എന്റെ സ്ഥലമുണ്ട് ഇന്ന സ്ഥലത്ത് 10 സെന്റ്, അതാണ് വിറ്റാള, എന്നിട്ട് എന്നെ ചികിത്സിക്കുക. വാപ്പ പഠിപ്പിച്ചു കൊടുത്ത ലുബ്ദ് മകൻ പ്രാവർത്തികാക്കിയപ്പോ വാപ്പാന്റെ ശരീരത്തിൽ തട്ടിയപ്പോ വാപ്പക്ക് അത് ആലോചിക്കാൻ വയ്യ. ഏത് അറുപിശുക്കനും ആഫിയത്ത് സംരക്ഷിക്കാൻ വേണ്ടി എത്രയും ചെലവിടും. അപ്പൊ ലോകത്തെ ഏറ്റവും വലിയ സംഭവം ആഫിയത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം, ശരീര സുഖം ചോദിച്ചു വാങ്ങണം, ശരീര സൗഖ്യം ചോദിച്ചു വാങ്ങണം. ശരീര സുഖം നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരം വെളുക്കുമ്പോൾ ഉണ്ടെങ്കിൽ അവനൊന്നും പേടിക്കേണ്ടതില്ല. അന്നവൻ ഇറങ്ങി നടക്കുന്ന വഴികളിലൊക്കെ അവൻ എല്ലാ അർത്ഥത്തിലും നിർഭയനാണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് എന്നെ ആരെങ്കിലും വെട്ടിക്കൊല്ലോ എന്ന് പേടിയില്ല. കലുഷിതമായ അന്തരീക്ഷമല്ല എന്നർത്ഥം. യുദ്ധം പൊട്ടിയ ഭൂമിയല്ല. അമ്നുണ്ട്, സമാധാനമുണ്ട്. അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണം, ഇന്നത്തേക്കുള്ള അരി, ഇന്ന് കഞ്ഞി വെച്ച് കുടിക്കാനുള്ള അരി എന്റെ വീട്ടിലുണ്ടെങ്കിൽ ലോകം മുഴുക്കെ കൈവശപ്പെടുത്തിയ മുതലാളിയെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അന്നത്തെ ഭക്ഷണം കിട്ടിയാൽ തന്നെ ആള് മുതലാളിയെ. അള്ള പറയാണ് ഇവരതല്ല, നാളത്തേക്കും മറ്റന്നാളത്തേക്കും അതിന്റെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതും ഒക്കെയാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ശിക്കായത്ത് പറഞ്ഞതാ. ഇതിന്റെ അർത്ഥം ഒന്നും സൂക്ഷിച്ചു വെക്കരുത് എന്നല്ല, വരും കാലങ്ങളിലേക്ക് കരുതി വെപ്പ് വേണ്ട എന്നല്ല. അതൊക്കെ അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാ, വേണം. പക്ഷേ അതൊരു പരാതിയായിട്ട് അള്ളാഹു പറയാൻ കാരണം വെറും ദുനിയാവിന് വേണ്ടി ജീവിക്കുക, അമല് മുടക്കിയിട്ട് ജീവിക്കുക, ഈ ഒരവസ്ഥ കാണുമ്പോഴാണ് അള്ളാഹു പരാതിപ്പെടുന്നത്. രണ്ടാമത്തെ പരാതി നബിതങ്ങൾ പറഞ്ഞു. രണ്ടാമത് അള്ളാഹു പറഞ്ഞത് ലാ അദ്ഫഉ അർസാഖഹും ഇലാ ഗൈരിഹിം വഹും യദ്ഫഊന അഅ്മാലഹും ഇലാ ഗൈരി. ഞാൻ അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം, അൻവറിന് കൊടുക്കേണ്ട ഭക്ഷണം, ഫാത്തിമാക്ക് കൊടുക്കേണ്ട ഭക്ഷണം, അല്ലേ, സുലൈഹക്ക് നൽകേണ്ട ഭക്ഷണം, അബൂബക്കറിന് നൽകേണ്ട ഭക്ഷണം, അബൂബക്കറിന് നൽകേണ്ട ഭക്ഷണം അൻവറിന് കൊടുത്തിട്ടില്ല. അൻവറിന് നൽകേണ്ടത് ഞാൻ അബൂബക്കറിന് കൊടുക്കുന്നില്ല. ഫാത്തിമയുടേത് സുലൈഹക്ക് കൊടുക്കുന്നില്ല, സുലൈഹയുടേത് ഫാത്തിമക്ക് കൊടുക്കുന്നില്ല. ഒന്നുമില്ല സഹോദരങ്ങളെ. അല്ലാഹു തആല പറയാണ്, ആർക്കാണോ ഞാൻ കണക്കാക്കി വെച്ചത് റിസ്ഖ്, ഞാൻ നേരത്തെ കണക്കാക്കി വെച്ചതാ. അന്ന് പ്രപഞ്ചത്തെ പടക്കുന്ന സമയത്ത് വഖദ്ദറ ഫീഹാ അഖ്വാതഹാ സവാഅൻ ലിസ്സായിരീൻ. എല്ലാവർക്കും ആവശ്യമായ റിസ്ഖ് അല്ലാഹു കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര അതാ കണക്കാക്കിയതുപോലെ തന്നെ ഞാൻ കൊടുക്കും. അതെവിടെയും തട്ടിത്തടഞ്ഞു നിൽക്കൂല.
കൃത്യമായിട്ട്. അപ്പൊ അവരുടെ ഭക്ഷണം ഞാൻ അവർക്ക് തന്നെ കൊടുക്കുന്നു, വേറെ ആർക്കും കൊടുക്കുന്നില്ല. പക്ഷേ വഹും യദ്ഫഊന അഅ്മാലഹും ഇലാ ഗൈരി, അവര് അതിന് പകരം അവര് അടച്ചു തീർക്കേണ്ട ആരാധന, അവരെനിക്ക് തരേണ്ട ആരാധന ഞാനല്ലാത്ത പലർക്കും കൊടുക്കുന്നു, വിഗ്രഹങ്ങൾക്ക് കൊടുക്കുന്നു, മറ്റു ദൈവങ്ങൾക്ക് നൽകുന്നു. വഹും യദ്ഫഊന അഅ്മാലഹും ഇലാ ഗൈരി. എന്നെ മാത്രം ആരാധിക്കാൻ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മാത്രമേ ഇലാഹുള്ളൂ എന്ന ആ ഒരു സത്യത്തിലേക്ക് ഉമ്മത്തെത്തണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത് പറയുമ്പോൾ ഉമ്മത്തുൽ ഇജാബ മാത്രമല്ല, ഉമ്മത്തു ദഅവയും കൂടെ ഇതിൽ ഉൾപ്പെടും. നബി തങ്ങളുടെ വിളിക്കുത്തരം കേട്ട ഉമ്മത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച ലോകത്തെ മൊത്തം ജനങ്ങൾ ഇതിൽ പെടും. അതുകൊണ്ട് തന്നെ പരാതി പറയാൻ വകുപ്പുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മൂന്നാമത്തെ പരാതി, ഇതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടത്, നമുക്ക് അനുഗ്രഹം തരുന്നത് പടച്ച റബ്ബാണെങ്കിൽ ശുക്ർ നടത്തേണ്ടത് അല്ലാഹുവിനോടാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തന്റെ ഉടമയോട് നന്ദി കെട്ട മനുഷ്യൻ, മനസ്സ വാച കർമ്മണം നന്ദി കെട്ട മനുഷ്യൻ എന്ന് നമ്മൾ പറയിപ്പിക്കരുത് സഹോദരങ്ങളെ. മൂന്നാമത്തെ പരാതി എന്താ? നബി തങ്ങൾ പറഞ്ഞു, അന്നഹും യഅ്കുലൂന റിസ്ഖി വയശ്കുറൂന ഗൈരി, എന്റെ ചോറ് തിന്നുന്നു, മറ്റുള്ളവരോട് നന്ദി കാണിക്കുന്നു. വഹും വയഖൂനൂന മഈ, എന്നെ വഞ്ചിക്കുന്നു. വയുസാലിഹൂന ഖൽഖി, എന്റെ സൃഷ്ടികളെ സോപ്പിടുന്നു. എന്റെ സൃഷ്ടികളെ അവർ പിണക്കൂല, അത് സോപ്പിട്ട് ഇങ്ങനെ നടക്കും. അവരെ പിണക്കിക്കൂടാ. അവരെ പിണക്കിയ പ്രശ്നമല്ലേ? നമ്മൾ അവരെ പിണക്കിക്കഴിഞ്ഞാൽ അത് വിഷയല്ലേ? അവര് നമ്മളോട് പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാനെ പിണക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അള്ളാനെ പിണക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം പടപ്പുകളെ പലരെയും പിണക്കാൻ പലർക്കും പേടിയാ. അള്ളാനെ പിണക്കാം, ദീനിനെ പിണക്കാം, പടപ്പുകളെ പിണക്കിയാൽ വോട്ട് പോകുമോ എന്ന് പേടിയുണ്ടായി അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഒറ്റുകൊടുക്കുന്നവരെ വരെ പിന്താങ്ങാൻ പലരും പുറപ്പെട്ടു തുടങ്ങുകയാണ്. വേദനയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ കാണുമ്പോൾ. അള്ളാഹുവിന്റെ റസൂലിനെ വല്ലിപ്പാനെ ജനസമൂഹത്തില് എല്ലാ അർത്ഥത്തിലും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ പിന്താക്കാൻ പേരമക്കൾ പുറപ്പെടുന്നത് വേദനാജനകമാണ്. സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ചോറ് എന്റെ അടുത്ത്, കൂറ് മറ്റുള്ളവന്റെ അടുത്ത് എന്നല്ല, എന്നെ പരസ്യമായി വഞ്ചിക്കുന്നു, എന്നെ പരസ്യമായി വഞ്ചിക്കുന്നു, ഒരു മടിയുമില്ല. അതേസമയം സൃഷ്ടികളെ പിണക്കിക്കൂടാ, അവരെ ഒന്നിങ്ങനെ സോപ്പിട്ട് പിടിക്കുക. വൈസാലിഹൂന ഖൽഖി, അവരുമായിട്ട് നല്ല നിലക്ക് നിൽക്കണം, പിണങ്ങിക്കൂടാ. ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ്. നാലാമത്തെ പരാതി എന്താ പറഞ്ഞതെന്നറിയോ? അന്നൽ ഇസ്സത ലില്ലാഹ് വ അനൽ മുഇസ്, അന്തസ് എന്നും എന്റെ പക്ഷത്താണ്, അന്തസ് നൽകുന്നവനും ഞാനാണ്. പക്ഷേ അവര് അന്തസ് തേടിപ്പോകുന്നത് ഞാനല്ലാത്തവരുടെ പലരുടെയും അടുത്താണ്. ഞാനാണ് അന്തസ് നൽകുന്നത്, എന്റെ അടുത്താണ് അന്തസ്സുള്ളത്, കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. പക്ഷേ പലരും ഞാനല്ലാത്തവരോടാണ് അന്തസ് അന്വേഷിക്കുന്നത്, അന്തസ് തേടി പുറപ്പെടുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ അന്തസ്സുകൾ പലരും വലിച്ചെറിയുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു നൽകിയ അന്തസ്സുറ്റ ഒരു ഡ്രസ്സ് ഉണ്ട് നിങ്ങൾക്ക്, അത് നിങ്ങൾ വലിച്ചെറിയരുത്. ഇസ്ലാമികമായ വസ്ത്രധാരണ രീതി അത് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങള് മറ്റുള്ളവരുടെ ശീലങ്ങള്, അവരുടെ വേഷങ്ങള്, അവരുടെ സംസ്കാരങ്ങള് നിങ്ങൾ എടുത്ത് തോളിലിടരുത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മളെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വീട്, എല്ലാ സംഗതികളും എല്ലാം അല്ലാഹും റസൂലും പൊരുത്തപ്പെടുന്ന രൂപത്തിലാവണം. അവന്റെ പക്ഷത്താണ് ഇസ്സത്തുള്ളതെന്ന് മനസ്സിലാക്കുക, അവനാണ് ഇസ്സത്ത് വിതരണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അത് അവനോട് തന്നെ ചോദിക്കണം. അഞ്ചാമത്തെ പരാതി, നബിയെ, വളരെ സങ്കടകരമായ പരാതിയാണ്. അവസാനത്തെ പരാതി പറയാണ്, അന്നീ ഖലഖ്തുൻ നാറ ലികുല്ലി കാഫിർ, ഞാൻ നരകം പടച്ചു വെച്ചത് നന്ദികെട്ട വർഗത്തിന് വേണ്ടി മാത്രമാണ്. നന്ദികേട് കാണിക്കുന്നവനാ ഞാൻ നരകം പടച്ചു വെച്ചത്. പക്ഷേ എന്തു ചെയ്യാനാണ്?
നന്ദികേട് കാണിക്കുന്നവർക്ക് ഞാൻ നരകം പടച്ചു വെച്ചു. വഹും യജ്തഹിദൂന അൻ യൂഖിഉ അൻഫുസഹും ഫീഹാ. പക്ഷേ ആ നരകത്തിൽ അവരുടെ ശരീരം അവർ കൊണ്ടുപോയി എറിഞ്ഞേ അടങ്ങൂ എന്നാണ് നിങ്ങളെ ഉമ്മത്തിന്റെ ഗതി. നിങ്ങളെ ഉമ്മത്തിന്റെ സ്വഭാവം കണ്ടാൽ ഞാനത് പടച്ചു വെച്ചത് ആർക്ക് വേണ്ടിയാ? നന്ദി കെട്ടവർക്ക് വേണ്ടിയാ. അങ്ങനെ നന്ദികേട് കാണിച്ച് ആ നരകത്തിൽ കൊണ്ടുപോയി ശരീരം എറിഞ്ഞേ ഞാൻ അടങ്ങൂ എന്നാണ്. അതുകൊണ്ട് നബിയേ, തങ്ങളെ ഉമ്മത്തിനോട് പറയണം, ഇന്ന ഹബ്ബതും അഹദൻ ലിഇഹ്സാനിഹി ഇലൈക്കും. എന്തെങ്കിലും 10 പൈസയുടെ ഗുണം നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ഫഅന ഔലാ ബിഹി. ഗുണം കിട്ടിയതിന്റെ പേരില് ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആ സ്നേഹം എനിക്കാണേ തരേണ്ടത്. കാരണം ലികസ്റത്തി നിഅമി അലൈക്കും, അതിനു മാത്രം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, എണ്ണിയാൽ ഒടുങ്ങൂല. വഇൻ തഉദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹം എണ്ണിയാൽ തീരാത്തതാണ്, എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് ശേഷം തുടർന്നു പറഞ്ഞു, വഇൻ ഖിഫ്തും അഹദൻ. നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉമ്മത്തിനോട് പറയണം, ഉമ്മത്തെ നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? മിൻ അഹ്ലിസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂനിവാസികളിൽ നിന്ന് നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫഅന ഔലാ ബിദാലിക്, അതിനും ബന്ധപ്പെട്ടത് ഞാനാണെന്ന് അവരോട് പറഞ്ഞോളണം. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയപ്പെടേണ്ടത് എന്നെയാണെന്ന് പറയണം. കാരണം ലികമാലി ഖുദ്റതി, നിങ്ങൾ പലരെയും ഭയപ്പെടുന്നത് അവരുടെ ശേഷിയും കരുത്തും കണ്ടിട്ടല്ലേ. എന്നെപ്പോലെ ശേഷിയുള്ള ഒരാളില്ലേ? ലികമാലി ഖുദ്റതി, എന്റെ കഴിവ്, എന്റെ പ്രതാപം അത് സമ്പൂർണമാണ്. വഇൻ അൻതും റജൗതും അഹദ, നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷയർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫഅന ഔലാ ബിഹി, ആ പ്രതീക്ഷയർപ്പിക്കാനും ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടവൻ. കാരണം അന്നീ ഉഹിബ്ബു ഇബാദി, കാരണം എന്റെ അടിമകളോട് എനിക്കുള്ള അത്ര ഇഷ്ടം ആർക്കുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നിലാണ്. നിങ്ങൾ ആരോടെങ്കിലും അതിക്രമം കാണിച്ചതിന്റെ പേരിൽ ഞാൻ എങ്ങനെ ഇനി അവന്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ എങ്ങനെ അവനെ അഭിമുഖീകരിക്കും എന്ന നാണക്കേട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കാര്യത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ, അക്രമം പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞാൻ ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്ന പ്രയാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫഅന ഔലാ ബിഹി, അങ്ങനെ ഭയപ്പെടാനും ബന്ധപ്പെട്ടത് ഞാനാണ്. കാരണം ലിഅന്ന മിൻകുമുൽ ജഫാഅ വമിന്നിയൽ വഫാ. എന്തൊരു വാക്ക്! ലിഅന്ന മിൻകുമുൽ ജഫാഅ വമിന്നിയൽ ജഫാ. നിങ്ങൾ ക്രൂരത മാത്രം കാണിക്കുന്നു, ഞാനോ നിങ്ങളെ സൽക്കരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്നോട് ക്രൂരതയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യരുത്. ഇത് നിങ്ങളുടെ ഉമ്മത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വഇൻ ആതർതും അഹദ ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം നൽകി, നിങ്ങളുടെ പണം നൽകി നിങ്ങൾ ആർക്കെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പണത്തെക്കാൾ, നിങ്ങളെ ശരീര ആരോഗ്യത്തെക്കാൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ഫഅന ഔലാ ബിദാലിക്, നിങ്ങളെ പണവും ജീവനും നൽകി നിങ്ങൾ മറ്റാരെങ്കിലും തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ തെരഞ്ഞെടുക്കണം. കാരണം ലിഅന്നീ മഅബൂദുക്കും, ഞാൻ നിങ്ങളുടെ ഇലാഹാണ്, ഞാൻ നിങ്ങളുടെ ആരാധ്യനാണ്. വഇൻ സ്വദ്ദഖ്തും അഹദൻ ഫീ വഅദിഹി, ആരെയെങ്കിലും വാഗ്ദത്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ആരെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ട് നിങ്ങൾ ആരെയെങ്കിലും പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫഅന ഔലാ ബിദാലിക്, അതിനേറ്റവും ബന്ധപ്പെട്ടത് ഞാനാണ്. ലിഅന്നീ അന സ്വാദിഖ്, കാരണം ഞാൻ കള്ളനല്ല, ഞാൻ സത്യസന്ധനാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു എന്റെ ഉമ്മത്തിനെ കുറിച്ച് എന്നോട് സങ്കടം പറഞ്ഞു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഇനി നമ്മൾ ആ ആകാശയാത്ര, അമ്പരപ്പിക്കുന്ന ആകാശയാത്ര,
അതെങ്ങനെയാ നടന്നത്? അതൊന്ന് ചുരുക്കി പറഞ്ഞ് ഈ